പറക്കാൻ അനുവാദം ചോദിക്കരുത്. ചിറകുകൾ നിങ്ങളുടേതാണ്. ആകാശം ആരുടേതുമല്ല. ഈ എക്സിലെ പോസ്റ്റ് ആണ് ഞാൻ വായിച്ചത്. ആരുടേതാണെന്ന് വിജയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. വിശ്വപൗരൻ. അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റ് പലരെയും ചോദിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതപ്പോ എങ്ങനെയാണ് ഏറ്റവും പുതിയ വിമർശനം വന്നിരിക്കുന്നത്? എന്താണ് അത് സൂചിപ്പിക്കുന്നത്? AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പിന്നെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആദ്യം അവരുടെ പ്രതികരണം അറിയിച്ചിരുന്നു. ഇപ്പോൾ ഒരു വലിയ അതായത് തരൂരിന്റെ ലെവലിൽ തന്നെ നിൽക്കുന്ന ഒരു മറുപടി എന്നൊക്കെ അയാൾ സ്വയം വിചാരിക്കുന്നു. അങ്ങനെ ഒരു മറുപടിയും ആയിട്ടാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് MLA, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MLA വന്നിരിക്കുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ വിരുദ്ധനഗറിലുള്ള കോൺഗ്രസ് MP ആണ് മാണിക്യം ടാഗോർ. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ഇതാണ്. ഞാനത് വായിച്ചിട്ട് അതിന്റെ ഓരോ സെന്റൻസ് ആയിട്ട് നമുക്ക് അതിനെ പൊളിച്ചെടുക്കാം. പക്ഷികൾ പറക്കാൻ അനുവാദം ചോദിക്കരുത്. അതായത് തരൂരിന്റെ സെന്റൻസ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ നീ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, നിനക്ക് പറക്കാനുള്ള യോഗ്യതയുണ്ട്, നീ പറഞ്ഞോ. എന്നാൽ ആകാശം നിരീക്ഷിച്ച് പറക്കണം. ആകാശം നിരീക്ഷിച്ച് പറക്കണമെന്നാണ് പറയുന്നത്. ആകാശം നിരീക്ഷിച്ച്. കാരണം ആകാശത്തിൽ അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്, ആകാശത്തിൽ കഴുകന്മാരും പരുന്തുകളും വേട്ടയാടാനുണ്ടാവും. കാരണം തരൂര് പങ്കുവച്ച ചിത്രത്തിൽ ഒരു ചെറിയ പക്ഷി കൊമ്പിലിരിക്കുന്നതായിട്ടാണ്. അപ്പം അവിടെ ഉദ്ദേശിക്കുന്ന ചെറിയ പക്ഷികളെയാണല്ലോ വലിയ പക്ഷികൾ വേട്ടയാടുന്നത്. അപ്പോൾ തരൂരിനോട് ഇവരുടെ ഒരു സമീപനം ഇപ്പോഴും നമുക്ക് അതിനകത്ത് കാണാം. തരൂരിനെ ഇവര് ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുന്നുണ്ട്, എന്നാൽ അങ്ങോട്ട് തള്ളി പറയാനും നമ്മൾ പറയില്ലേ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. കാരണം അടുത്ത സെന്റൻസ് നോക്കേ, കഴുകന്മാരും പരുന്തുകളും വേട്ടയാടാനുണ്ടാകും. എന്നിട്ട് ഈ കഴുകന്മാരും പരുന്തുകളും വേട്ടയാടാനുണ്ടാകും. തരൂര് അത് ഒരു എന്താ പറയാ, തരൂർ ഒരു നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ഇവര് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ അത് അടുത്ത സെന്റൻസ് നോക്കൂ, ദേശസ്നേഹത്തെ തൂവലായി ധരിക്കുമ്പോൾ സ്വാതന്ത്ര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ദേശസ്നേഹത്തിനെ തൂവലായി ധരിക്കുമ്പോൾ ഇതാരായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്? കാരണം തരൂരാണല്ലോ ഇവിടെ പക്ഷി. അപ്പൊ ദേശസ്നേഹത്തിനെ തൂവലായി ധരിക്കുന്നത് അദ്ദേഹമാണ്. മനസ്സിലായി? അവിടെ ഇദ്ദേഹത്തിന്റെ തൂവലായിട്ട് അയാള് ധരിക്കുന്നതാണ്. അപ്പൊ സ്വാതന്ത്ര്യം അല്ലെന്ന്. തരൂരാണല്ലോ ഇപ്പൊ സ്വതന്ത്രനായിട്ട് നടക്കുന്നത്. സ്വന്തം തീരുമാനങ്ങൾ, പാർട്ടിയുടെ തീരുമാനങ്ങൾ ചോദിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യമല്ല. കാരണം എന്താണ്, ദേശസ്നേഹമാണ് തരൂരിന്റെ തൂവൽ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായി വരുന്നുണ്ട്. ഇവർക്ക് ദേശസ്നേഹം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അവർക്ക് ഹാലിളകും. വാക്ക് കേൾക്കുമ്പോൾ ഹാലിളകും. കാരണം ദേശം ഭരിക്കുന്നത് എതിർ പാർട്ടിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. 10 വർഷമായിട്ട് ഭരണം കിട്ടുന്നില്ല. ഒരിക്കൽ പോലും കോൺഗ്രസ് 10 വർഷം എന്താ പറയാ തുടർച്ചയായി ഭരിച്ച സമയത്ത്, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കോൺഗ്രസ് 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ, അതായത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ വളരെയധികം വിമർശനങ്ങളൊക്കെ BJP കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ലെവലിലേക്ക് സ്റ്റൂപ്പ് ഡൗൺ ചെയ്തിട്ടില്ല. അതായത് ഇന്ത്യ എന്ന രാജ്യത്തിനെ, അതായത് കോൺഗ്രസിലെ പല MLA മാരും ഇങ്ങനെ, അതായത് പാകിസ്ഥാന്റെ സെന്റിമെന്റ്സ് ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ പറയുന്ന കാര്യങ്ങളെ ഏറ്റുപിടിക്കുക, പാകിസ്ഥാൻ പറയുന്നത്, അതായത് റഫേൽ വാദങ്ങളായിരുന്നു. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. ഇത് നമ്മൾ ഉറി അറ്റാക്ക് ചെയ്ത സമയത്തും കോൺഗ്രസ് ഇതേ ഒരു സമാനമായിട്ടുള്ള ഇതാണ് സെന്റിമെന്റ്സ് ആണ് ഷെയർ ചെയ്തിരുന്നത്. ജനാധിപത്യം അപകടത്തിലാണ്, അടുത്ത വാചകമാണ്, ജനാധിപത്യം അപകടത്തിലാണെന്ന ഹാഷ്ടാഗിൽ ഇരപിടിയൻ പക്ഷികളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്. എക്സിനും ട്വിറ്റർ. ജനാധിപത്യ അപകടത്തിൽ, ഇതാണ് എപ്പോഴും ഇവർ പറയുന്നത്. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇലക്ഷൻ, പഞ്ചായത്ത് തലം തൊട്ട് രാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ഷൻ നടക്കാതിരുന്നിട്ടുണ്ടോ 2014 ശേഷം? എല്ലാം ഇലക്ഷനും നടക്കുന്നുണ്ട്. അപ്പൊ അവരവിടെ കൊണ്ടുവന്നതാണ് ഇവരുടെ EVM തട്ടിപ്പ് എന്നുള്ളത്. ബാലറ്റിലോട്ട് തിരിച്ചു പോകണം. അത് നടക്കാത്ത കാര്യമാണ്. നമുക്ക് കാളവണ്ടിയിലോട്ട് തിരിച്ചു പോകണമെന്ന് പറയുന്ന പോലെയാണ്. പെട്രോളിന്റെ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ബാലറ്റ് ഉണ്ടായിരുന്നപ്പോഴും കള്ളവോട്ടുകളുടെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർ പറയുന്ന ബാലറ്റിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ ഏത് യുഗത്തിലാണ്? അങ്ങനെ ഇവർ EVM തട്ടിപ്പ്, EVM ഹാക്കിംഗ്, അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നപ്പോഴാണ് VVPAT എന്ന് പറഞ്ഞൊരു സംവിധാനം കോടതിയിലേക്ക് കൊണ്ടുവന്നത്, ആ ടെക്നോളജി. പിന്നീട് VVPAT-ലും അവർ കള്ളത്തരങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഇതല്ല, ഒന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചുമ്മാ ഉള്ള വാദങ്ങളാണ്.
അപ്പോൾ ഇലക്ഷൻ ഒരിടത്തും നടക്കാതിരിക്കുന്നില്ല. ഇലക്ഷൻ ഇവർ ജയിക്കുമ്പോൾ, അതായത് കോൺഗ്രസ് ജയിക്കുമ്പോൾ എന്താണ് ബാലറ്റിന് EVM-ന് ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് തോക്കുമ്പോൾ EVM തട്ടും. അതെങ്ങനെയാണ് അത് നരേന്ദ്രമോദി ചെയ്യുന്നത്? വളരെ എന്താ പറയാ, ഇതിന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് ജയിക്കുന്നിടത്ത് നമ്മൾ ജയിക്കുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ അവർ അനുമോദിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ താഴെ വന്ന് ചിലർ കമന്റ് ഇടും, ഇത് അവർ തന്ന വിജയമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ വിശ്വസിക്കുള്ളൂ EVM സത്യമാണെന്ന്. അപ്പൊ അവരത് എത്ര ആത്മാർത്ഥമായിട്ടാണ് ഈ മണ്ടത്തരം എത്ര ആഴത്തിലാണ് ആ മണ്ടത്തരം വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നിട്ട് ഹാഷ്ടാഗിൽ ഇരപിടിയൻ പക്ഷികളുടെ ചിത്രം, ബേർഡ്സ് ഓഫ് പ്രേ എന്നാണ് അയാൾ ഇംഗ്ലീഷിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറഞ്ഞാൽ ഇരപിടിയനായിട്ടുള്ള പക്ഷികൾ. അപ്പോൾ ഇതിൽ തരൂര് ഇതിനകത്ത് ഒരു ഇരയാണ്. ഇരപിടിയൻ പക്ഷികൾ നരേന്ദ്രമോദിയും കൂട്ടരുമാണ്. അപ്പോൾ ഈ രാജ്യസ്നേഹം എന്ന തൂവാല ധരിച്ചിരിക്കുന്ന ശശി തരൂരിനെ ഇരപിടിക്കാൻ ഇറങ്ങിയ കഴുകനും പരുന്തുമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം. ഇപ്പൊ കോൺഗ്രസ് പ്രവർത്തക സമിതി പദവിയിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി പ്രകീർത്തിക്കുക അല്ലെങ്കിൽ ലേഖനം എഴുതുന്ന ശശി തരൂർ MPക്കെതിരെ പരിഹാസമായിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോൺഗ്രസിന് രാജ്യമാണ് ആദ്യമെന്നും, അതായത് തരൂർ പറഞ്ഞ് എനിക്ക് രാഷ്ട്രമാണ് വലുത്, അത് കഴിഞ്ഞ് രാഷ്ട്രീയമുള്ളൂ. ഇതിനുള്ള മറുപടിയാണ് കോൺഗ്രസിന് രാജ്യമാണ് ആദ്യമെന്നും ചിലർക്ക് മോദി ആദ്യവും രാജ്യം പിന്നെയുമാണെന്നായിരുന്നു ഖാർഗെയുടെ വിമർശനം. അപ്പൊ രാജ്യം പിന്നെ എന്നുള്ളത്, അതായത് മോദി ആണ് ആദ്യം, തരൂരിന് മോദിയാണ് ആദ്യം എന്നുള്ളത്. എന്നാൽ അടുത്ത ഖാർഗെയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ പരോക്ഷ മറുപടിയുമായി വിദേശ സന്ദർശനത്തിൽ തരൂരിൻ രംഗത്തെത്തി. തരൂർ മോദിയെ പ്രകീർത്തിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കണമെന്നായിരുന്നു കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ഉള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. അതെ, ഉണ്ട്. അതെന്താണ് ചോദ്യം വരുന്നത്? വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അതിന് സ്വാതന്ത്ര്യം ഉണ്ടാവും. അത് കോൺഗ്രസ് പാർട്ടി പറയുന്ന സത്യമാണ്. സത്യമാണ്. പിന്നെ ആ ഒരു സത്യം കൂടി മനസ്സിലാക്കണം, നമ്മുടെ ഈ രാജ്യമായതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ അഭിപ്രായം പറ്റുന്നത്. പിന്നെ ഇത് വേറൊരു കാര്യം, ശശി തരൂരിന് ഇങ്ങനെ BJP-യിൽ ഇരുന്നുകൊണ്ടോ CPM-ൽ ഇരുന്നുകൊണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യമാണ്. കാരണം കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, വിവിധ അഭിപ്രായങ്ങൾ. അത് KC വേണുഗോപാൽ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ തരൂരിനെ വിമർശിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇവർക്ക് തന്നെ വിനയായിട്ട് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. അഭിപ്രായം വീണ്ടും പറയാത്ത എന്തുകൊണ്ടെന്ന് അറിയാലോ. ഒരിക്കൽ അത് പറഞ്ഞ് പൊല്ലാപ്പിലായതാണ്. ശത്രു രാജ്യവുമായിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് ഇവർ ഷെയർ ചെയ്യുന്നത്. അവരവർ പറയുന്നത് എന്താണെന്ന് അവരവർ ചിന്തിക്കേണ്ടതാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇതാണ് നമുക്ക് KC വേണുഗോപാലിനോടും പറയാനുള്ളത്, അല്ലേ? അവരവരെന്താ ചിന്തിക്കണം. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കയ്യിൽ നിന്ന് പോയിട്ട് കാര്യമില്ല. ഈ തരൂരിനെ ഇവര് കൃത്യമായി ഇതിനകത്ത് അയക്കാതിരുന്നത്, തരൂർ നമുക്കറിയാം ഇന്റർനാഷണലി റിനൗണ്ട് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം BBC-യിലും അല്ലെങ്കിൽ അദ്ദേഹം വിദേശ മാധ്യമങ്ങളിൽ ചെന്ന് നമ്മൾ കണ്ടുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എപ്പോഴൊക്കെയാണോ ഒരു ആക്രമണം, അതായത് ഒരു മാനഹാനി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങൾ, യൂറോപ്യൻ മാധ്യമങ്ങൾ ഒക്കെ ചാർത്തി വിടുമ്പോൾ അതിന് കൃത്യമായ മറുപടികൾ കൊടുത്ത് അവരെ വായടപ്പിക്കാൻ തരൂരിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹം രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ മോദിയോട് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജ്യം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അക്രമം നേരിട്ടു എന്നുള്ളത് സിവിലിയൻസിന് നേരെയാണ് ഇത് നേരിട്ടത്. ഇതൊരു സത്യമാണ്. ഈ സിവിലിയൻസിനെ നേരിടുമ്പോൾ ഈ സിവിലിയൻസിനെ നേരിട്ട ഈ ഒരു എന്താ പറയാ ഒരു ദുർവിധി, ഇതിന് നമ്മുടെ രാജ്യം കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്തു, അവരുടെ ലെവലിലേക്ക് അതപ്പതിക്കാതെ, അല്ലേ? നമ്മൾ കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം അതിന് കൃത്യമായ ഒരു മറുപടി തന്നെയാണ് കൊടുത്തത്, അവരുടെ ലെവലിലേക്ക് അതപ്പതിക്കാതെ തന്നെ. ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കാം. ഒരു പക്ഷേ നമ്മൾ അവരുടെ ലെവലിലേക്ക് അതപ്പതിച്ചുകൊണ്ട്
അങ്ങനെയൊക്കെ നമ്മൾ ബലൂചിസ്ഥാന് ഫണ്ട് കൊടുക്കുക, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് നശിപ്പിക്കാൻ വേണ്ടി ഫണ്ടിങ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നമ്മൾ നാശനഷ്ടങ്ങൾ, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ കൃത്യമായി തരൂർ അതെല്ലാം പഠിച്ചതിന് ശേഷം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം എന്നല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്നത്.